ഹലോ ഗായ്സ്, അപ്പൊ തുടങ്ങാം. ഇന്ന് നമ്മൾ വിജയ് ദേവരകൊണ്ടയുടെ പുതിയ ഫിലിം കിങ്ഡം കണ്ടു. തെലുങ്ക് ഫിലിമാണ് ഞാൻ കണ്ടത്, തമിഴ് വേർഷൻ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ എല്ലാ സിനിമയിലും ഉള്ള യൂഷ്വൽ കണ്ടന്റ് സെക്കൻഡ് പാർട്ടാണ്. അതിന്റെ ഒരു ഹിന്റ് ഈ സിനിമയിലും തന്നിട്ടുണ്ട്. സർപ്രൈസിങ് എന്താന്ന് വെച്ചാൽ കിങ്ഡം 2 എന്ന് എഴുതി കാണിച്ചിട്ടില്ല, അത്രയേ ഉള്ളൂ. രണ്ടാമത് ഈ സിനിമയിൽ സ്പെഷ്യൽ അപ്പിയറൻസ് ക്യാമിയോസ് ഒക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു ആരൊക്കെയോ, ബട്ട് ഒന്നുമില്ല. ടീം അനൗൺസ് ചെയ്ത കാസ്റ്റ് തന്നെയാണ് സിനിമയിലുള്ളത്. സിനിമയെ കുറിച്ച് പറയുമ്പോൾ വിജയ് ദേവരകൊണ്ട, സത്യദേവ്, ഭാഗ്യശ്രീ ബോയ്സ്, വെങ്കടേഷ്, അങ്ങനെ നിരവധി ആക്ടേഴ്സ് ഉള്ള ദേവരകൊണ്ട കംബാക്ക് തന്നെയാണ് കിങ്ഡം. സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത് ഗൗതം തിന്നനൂര്. നിങ്ങൾക്കറിയാം, JC ഫിലിം ഒക്കെ ചെയ്തിട്ടുള്ള പുള്ളിയാണ്. ആൻഡ് ഈ സിനിമയുടെ റിട്ടണും പുള്ളി തന്നെയാണ്. പ്രൊഡ്യൂസേഴ്സ് നാഗവംശി, സായി സൗജന്യ. ആൻഡ് ഈ സിനിമയുടെ സിനിമാറ്റോഗ്രാഫീസ് വരുന്നത് ഗിരീഷ് ഗംഗാധരൻ, ജോമോൻ ടി ജോൺ. ഗിരീഷ് ഗംഗാധരനെയൊക്കെ നിങ്ങൾക്ക് അറിയാം, സർക്കാർ, വിക്രം, പിന്നെ ജല്ലിക്കെട്ട്, പുള്ളിക്കാരന് ഒരു നാഷണൽ അവാർഡ് വിന്നറാണ്. അങ്ങനെ ഈ സിനിമകളൊക്കെ ചെയ്ത ഒരു സിനിമാറ്റോഗ്രാഫറാണ്. പിന്നെ ഈ സിനിമയുടെ എഡിറ്റിംഗും നവീൻ നൂലി, പുള്ളിയും JC ഫിലിമാണ്. പുള്ളി അതിന്റെ സിനിമയുടെ എഡിറ്ററാണ്. ഇതൊരു JC കൊളാബറേഷൻ ആണ്. ആ JCയിലുള്ള ടീം തന്നെയാണ്, അതായത് ഡയറക്ടർ, മ്യൂസിക് ഡയറക്ടർ, പ്രൊഡ്യൂസർ, അങ്ങനെ എഡിറ്റർ, എല്ലാം ഒരു JC ടീമാണ് ഇതിൽ. ഈ സിനിമ സത്യം പറഞ്ഞാൽ വിജയ് ദേവരകൊണ്ടയെ പറയുമ്പോൾ ഞാൻ വിജയ് ദേവരകൊണ്ടയിൽ നിന്ന് ഇത്രയും പ്രതീക്ഷിച്ചില്ല. കാരണം പുള്ളിക്ക് അഭിനയിക്കാൻ അറിയാം. ഈ സിനിമയിൽ അത് പുള്ളി എടുത്തിട്ടുണ്ട്, ആ എഫേർട്ട്. ഞാൻ വിചാരിച്ചു കണ്ടു നോക്കാം, ബട്ട് ആ ഒരു ഓറ ഒക്കെ മാച്ച് ആവുന്നുണ്ട്. ലാസ്റ്റ് ഈ സീനിലൊക്കെ, ക്ലൈമാക്സിലൊക്കെ ഒരു നല്ല ഓറ സീൻസ് ഒക്കെ ഉണ്ട്. ആൻഡ് ഈ സിനിമയിൽ ഇമോഷണൽ ആയിട്ടുള്ള സീൻസും എലവേഷൻ സീൻസ് ഒക്കെ നന്നായിട്ട് വിജയ് ദേവരകൊണ്ട ചെയ്തിട്ടുണ്ട്. ഞാൻ സർപ്രൈസ് ആയിപ്പോയി. അപ്പോൾ ഒരു നല്ല ഡയറക്ടർ കിട്ടിയ ആക്ടേഴ്സിന്റെ ഒക്കെ മിനിമം എഫേർട്ട് അല്ലെങ്കിൽ മാക്സിമം എഫേർട്ട് പുൾ ഔട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതിന്റെ ഒരു ഉദാഹരണം കൂടെയാണ് കിങ്ഡം. അപ്പൊ നല്ല രീതിക്ക് തന്നെ വിജയ് ദേവരകൊണ്ട പണിയെടുത്തിട്ടുണ്ട്. ഫിസിക്കും സൂപ്പർ സീൻസ് ഒക്കെ ആയിട്ട് വരുന്നത് കാണുമ്പോൾ മനസ്സിലാവും, കൊള്ളാം, പുള്ളിക്കാരൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് പുള്ളിയുടെ കൂടെ അഭിനയിക്കുന്ന ഒരാളാണ് സത്യദേവ്. പുള്ളിയും വിജയ് ദേവരകൊണ്ടയും സത്യദേവും ഈ സിനിമയിൽ ചേട്ടൻ അനിയനുമായിട്ടാണ് വരുന്നത്. അപ്പൊ അതിന്റെ ഒരു കണക്ഷൻ, ഇമോഷണൽ ബോണ്ട് നന്നായിട്ട് തന്നെ ഈ സിനിമയിൽ ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട്. അത് ഒരുപാട് ചളിപ്പിക്കാതെ അല്ലെങ്കിൽ ഒരുപാട് വലിപ്പിക്കാതെ വളരെ എന്റെ അനിയൻ, എന്റെ ചേട്ടൻ, അങ്ങനെ ആ ഒരു കണക്ഷൻ, സ്നേഹം, ത്യാഗം, ബന്ധങ്ങളൊക്കെ വളരെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആ സിനിമയിൽ ഡയറക്ടർ തരാൻ കഴിഞ്ഞു എന്നുള്ളത് സത്യമാണ്. ആൻഡ് ഈ സിനിമയിൽ പറയുമ്പോൾ ഈ കഥ വരുന്നത് ഒരു 1920 കാലഘട്ടത്തിൽ ഒരു ട്രൈബൽ സംഘം അവിടെ ഉണ്ടായിരുന്നു. അവരുടെ കുറച്ച് സ്വർണങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരെ തടയാൻ വേണ്ടി, അല്ലെങ്കിൽ അവരെ തകർക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ വരുന്നു. അങ്ങനെ അറസൻ, അവരുടെ അറസൻ ആരായിരിക്കും നിങ്ങൾക്ക് അറിയാലോ, ദ ആക്ടർ. അപ്പൊ അവർ പൊരുതുന്നു, പിന്നെ കുറച്ചുപേരെ രക്ഷപ്പെടുത്തുന്നു. അത് കഴിഞ്ഞ് ബ്രിട്ടീഷുകാർ അറസനെ വധിക്കുന്നു. അപ്പൊ അടുത്ത അറസനെ എങ്ങനെ കണ്ടുപിടിക്കും, അതായത് അടുത്ത രാജാവിനെ എങ്ങനെ കണ്ടുപിടിക്കും എന്ന് പറയുമ്പോൾ കുറെ മിത്ത് നമ്മൾ എല്ലാ സിനിമയിലും കാണുന്ന പോലെ, അവൻ ഇങ്ങനെ വരും, ഇങ്ങനെ ഒരുത്തം വന്ന് പിടിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരുത്തം വന്ന് ചെയ്യും, അവനായിരിക്കും നിങ്ങൾ അടുത്ത രാജാവെന്ന് കണ്ടുപിടിച്ച്, അങ്ങനെ ഒരു മിത്തൊക്കെ അവിടെ എല്ലാ സിനിമയിലും ഉള്ള പോലെ അവിടെയും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ വരുമ്പോ അവനായിരിക്കും നിങ്ങളെ രാജാവ്. അങ്ങനെ അതുമായിട്ട് ഇങ്ങനെ കണക്ഷൻ ആയിട്ട് വരുന്നു. ഈ സിനിമയിൽ വിജയ് ദേവരകൊണ്ട ഒരു പോലീസ് കോൺസ്റ്റബിൾ ആയിട്ടാണ് വരുന്നത്. അപ്പോ ഇതിലെ ഒരു മെയിൻ ഒരു ഓഫീസർ വിജയ് ദേവരകൊണ്ടയുടെ പെർഫോമൻസ്, അല്ലെങ്കിൽ വിജയ് ദേവരകൊണ്ടയുടെ ഒരു ബ്രില്യന്റ് നോക്കി ഇവന് ശ്രീലങ്കയിലേക്ക് ഒരു സ്പൈ ഓപ്പറേഷന് വേണ്ടി അയക്കുന്നു. അത് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റിന്റെ രീതിയിലാണ് അയക്കുന്നത്. ഈ ചേട്ടൻ കുറെ കാണാതെ കുറെ വർഷങ്ങളായിട്ട് നാട് വിട്ടു പോകും. അതൊരു ഇൻസിഡന്റ് അവിടെ നടക്കും. അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും, ഞാൻ എല്ലാം സ്പോയിലർ ചെയ്യുന്നില്ല. അപ്പൊ ആ ചേട്ടനെ കാണാൻ വേണ്ടിയിട്ട് അനിയൻ ആ സ്പൈന് സമ്മതിച്ചു പോകുന്നതാണ് സംഭവം. പക്ഷെ ഓഫീസറിന്റെ ഉദ്ദേശം എന്താണ്, ഈ ചേട്ടൻ 18 വർഷമായിട്ട് ഈ ഇവരുടെ വീട് വിട്ടു പോയിട്ട് അവിടെ ശ്രീലങ്ക എന്നൊരു സ്ഥലത്ത് ചേട്ടനും വില്ലന്മാരുമായിട്ട് സ്മഗ്ലിംഗ് ആണ്. അപ്പൊ ഇവര് ഈ സ്മഗ്ലിങ്ങും പിന്നെ ഈ തോക്കും കാര്യങ്ങളെല്ലാം ഈ ഡീലിംഗ് ഒക്കെ നടക്കുമ്പോൾ നാഷണൽ ത്രെട്ട് ഉണ്ടാവുന്നു. അതായത് രാജ്യത്തിന് തന്നെ അപകടമായിട്ടുള്ള അസാസിനേഷൻസ് ഒക്കെ നടക്കാൻ സാധ്യതയുള്ളെന്ന് അവർക്ക് ഇൻഫർമേഷൻ ഒക്കെ കിട്ടുന്നു എന്നനുസരിച്ച് ഇവരെ എങ്ങനെ പിടിക്കാമെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ അവിടെ എങ്ങനെ ചെന്നെത്താമെന്ന് പറഞ്ഞ്, അതായത് വിജയ് ദേവരകൊണ്ടയുടെ ചേട്ടന്റെ അടുത്ത് വിജയ് ദേവരകൊണ്ടയെ ഓഫീസർ വിടുന്നതാണ് ആ ഒരു സിറ്റുവേഷൻ, ഒരു കവറപ്പ് ചെയ്യാൻ വേണ്ടി വിടുന്നത്. അങ്ങനെ ഇവരെ തമ്മിൽ അടുപ്പിച്ച്, അതായത് ആ വില്ലന്മാരെയൊക്കെ എങ്ങനെയെങ്കിലും ഒഴിപ്പിക്കാം എന്ന് പറഞ്ഞുള്ള ഒരു മിഷനാണ് പറഞ്ഞു വിടുന്നത്. പിന്നെ അതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ, പിന്നെ കുറച്ച് ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ട് സിനിമയിൽ.
അത് ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് ഹാഫിനെക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് സെക്കൻഡ് ഹാഫിന്. ഫസ്റ്റ് ഹാഫിൽ പിന്നെ ഇന്റർവെല്ലൊക്കെ വരുമ്പോ നല്ലൊരു ഹൈ തന്ന് സൂപ്പറൊക്കെ കൈയൊക്കെ ഇങ്ങനെ പൊക്കി നല്ലൊരു സീനൊക്കെ. അതില് എന്റെ ചെറുക്കൻ അനിരുദ്ധ് വഹിച്ച പങ്ക് ചെറുതൊന്നുമല്ല. ദ വേ ഹി പുൾസ് എ സീൻ ഇൻ യു ബ്ലാസ്റ്റ്. അനിരുദ്ധ് ഒരു എലവേഷൻ ഇങ്ങനെ തരണമെന്ന് പുള്ളി കണ്ടുപടിയാണ്. തെലുങ്കിലെല്ലാവരും ബക്കോട് സ്കിന്നി ഗായ എന്നാണ് വിളിക്കുന്നത്. അത് പുള്ളി ഇപ്പൊ ഒരു ചെല്ലപ്പേരായിട്ട് എടുത്തിട്ടുണ്ട്. കാരണം എങ്ങനെയാണ് ഈ എലവേഷൻ മാസ്റ്റർ ആക്കൊക്കെ ചെയ്യുന്നതിന് പിടിയില്ല. ഈ സിനിമയിലുടനീളം തന്നെ ഈ ബിൽഡപ്പ് ചെയ്ത് ഇങ്ങനെ പയ്യെ പോയിട്ട് അവസാനം ഒരു കത്തിക്കലുണ്ട് അനിരുദ്ധ്. എല്ലാ സിനിമയിലും ചെയ്യുന്ന പോലെ ആ കത്തിക്കൽ ഇതിലും ഉണ്ട്. ലാസ്റ്റ് ഈ റഗിലെ സോങ്ങിന്റെ ആ തമിഴ് വേഷയിലെ തമിഴ് സോങ് ആണല്ലോ. അപ്പൊ അതില് ഈ സോങ്ങിനോടൊപ്പം തന്നെ വിജയ് ദേവരകൊണ്ട ഓറ ഉണ്ട്. ഹോ, കാണണം ഒരു അമ്മാതിരി ഓറ. ഞാൻ അപ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞ ഗൂസ് ബംസ് ആയി. അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് വിജയ് ദേവരകൊണ്ടൊക്കെ അപ്പൊ മാസൊക്കെ പറ്റുമല്ലേ എന്ന്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട് മാസ് സീൻസ് ഒക്കെ. ആ ഫൈറ്റ് ഒക്കെ, ആ ഫുൾ ആ പാട്ട് മുഴുവൻ, പിന്നെ അവർ വരുന്നത് ഗുണ്ട് വെടിവെക്കുന്ന എല്ലാം മാസ് നല്ല സീൻസ് ഒക്കെ ഡയറക്ടർ നല്ല കിട്ടില്ലാനായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത് ഭാഗ്യശ്രീ ബോയ്സിനെ നമ്മൾക്ക് ഈ കോലം തട്ടാതിരിക്കാൻ അടുത്തുകൊണ്ട് ഒരാളെ നിർത്തൂലേ, അതുപോലെയാണ്. പ്രത്യേകിച്ച് റോളൊന്നും ഇല്ലായിരുന്നു. പുള്ളിക്കാരി കീർത്തി സുരേഷ്, രാഷ്മി അഹമ്മദിനെയൊക്കെ ഒരു സിമിലാരിറ്റി ഉള്ള മുഖമാണ്. പിന്നെ മമത മോഹൻദാസ് എന്ന് പറഞ്ഞാൽ അത് ആരെന്ന് എനിക്ക് കണ്ടുപിടിക്കണം, ഒരാവശ്യമില്ല. അതിന് ഒരു സിമിലാരിറ്റി ഇല്ലെന്നേ. പിന്നെ സിനിമയിൽ വരുമ്പോ മ്യൂസിക് ഞാൻ പറഞ്ഞല്ലോ, ചെറുക്കൻ കസറിയിട്ടുണ്ട്. അടുത്ത് വെങ്കടേഷ്, പുള്ളിക്കാരൻ ട്രിവാൻഡ്രത്തുള്ള ആളാണ്. ഞാൻ പുള്ളിക്കാരനെ ടു ബി ഓണസ്റ്റ് ഇതുവരെ നേരിൽ കണ്ടിട്ടില്ല. എന്റെ രണ്ട് ഫ്രണ്ട്, അതായത് കോളേജിൽ പഠിച്ച വിജയ് ആൻഡ് വിഘ്നേഷ്, അങ്ങനെ 2 ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ ഇവന്മാരുടെ കൂടെ ഉള്ള ഒരു ചേട്ടനോ ബ്രോയോ ആണ് പുള്ളിക്കാരൻ വെങ്കടേഷ്. ഞാൻ പുള്ളിക്കാരൻ ഇവന്മാർ എപ്പോഴും ഈ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇടും, ഈ പുള്ളി സിനിമയിൽ കയറിയതും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ ഈ ഇടയ്ക്കും സുട ഇഡ്ഡലി എന്നിവിടെ ഒരു ഷോപ്പുണ്ട് നമുക്ക് ട്രിവാൻഡ്രത്ത് തന്നെ. അപ്പൊ അതുമായിട്ട് അവരൊക്കെ ഈ ഷെയർ ചെയ്തൊക്കെയാണ് അവർ ഇങ്ങനെ ആ കട നടത്തിക്കൊണ്ടുപോകുന്നത്. അപ്പൊ അങ്ങനെ ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. പുള്ളിയാണ് ഇതിലെ ഒരു വില്ലൻ റോള് ചെയ്യുന്നത്. കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട് വെങ്കടേഷ്. ഒരു മെയിൻ സ്ട്രീമിൽ ഒരു വലിയ നടന്റെ കൂടെയൊക്കെ ആ ഒരു സ്ക്രീൻ പ്രസൻസിൽ മാച്ച് ചെയ്ത് നിൽക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നുമില്ല. നന്നായിട്ട് ചെയ്തിട്ടുണ്ട് വില്ലൻ വേഷം. ലാസ്റ്റ് നിങ്ങൾ ട്രെയിലറിൽ കണ്ട ഒരു ആക്സ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സീനൊക്കെ, അതൊക്കെ സൂപ്പർ സീനായിരുന്നു. തിയേറ്ററിലൊക്കെ മൊത്തം കയ്യടിയായിരുന്നു. അപ്പൊ അവിടെ ഉള്ള ഒരു ചേട്ടൻ പറയും, നമ്മൾ ശ്രീവരാത്തുള്ള പയനാണ്ട അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു പുള്ളിക്കാരൻ തിയേറ്ററിൽ ആ എൻട്രി ഒക്കെ വന്നപ്പോഴൊക്കെ. കാരണം നമുക്ക് അറിയാവുന്ന അല്ലെങ്കിൽ കണ്ടിട്ടുള്ള എല്ലാവരുടെ പയ്യന്മാരും കൂടെ ആയതുകൊണ്ടായിരിക്കും എല്ലാവർക്കും കുറച്ചുകൂടെ എൻകറേജ് ആയിരുന്നു. എല്ലാവരും നല്ല കയ്യടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വെങ്കടേഷ് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കീപ് ഗോയിങ്. അപ്പൊ ഇനിയും നല്ല ചാൻസുകൾ കിട്ടട്ടെ. മൊത്തത്തിൽ കിങ്ഡം വിജയ് ദേവരൊക്കെ ഉണ്ടാക്കി ഒരു കംബാക്ക് തന്നെയാണ്. ബട്ട് എവരി വൺ കപ്പ് ഓഫ് ടീ എന്ന് ചോദിച്ചാൽ 90% എവരി വൺ കപ്പ് ഓഫ് ടീ തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് ഹാഫ് നിങ്ങൾക്ക് ഒരു സ്ലോ പേസ് പിടിക്കും. പക്ഷെ വളരെ എന്താ പറയാ മോശമായിട്ട് അല്ലെങ്കിൽ അങ്ങനെ പോകുന്നില്ല സിനിമ. നല്ല എൻഗേജിങ് ആയിട്ട് സെക്കൻഡ് ഹാഫിന്റെ അവിടെ നിന്ന് വരും എൻഗേജിങ് ആയിട്ട്. ഫസ്റ്റ് ഹാഫ് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് സ്ലോ പേസ് ഒക്കെ ഉണ്ട്. ബട്ട് എന്നിരുന്നാലും സിനിമ കാണാം. വിജയ് ദേവരകൊണ്ട ഇങ്ങനെ കാണണമെങ്കിൽ ഈ സിനിമയ്ക്ക് വിട്ടോ. തിയേറ്ററൊക്കെ ഫുള്ളായിരുന്നു. എനിക്ക് വിജയ് ദേവരകൊണ്ടെങ്കിൽ ഗേൾസ് ഫാൻസ് ഉണ്ട്. എന്റെ അടുത്ത് തന്നെ ഒരു 2-3 സീറ്റ് താണ്ടി 2-3 ഗേൾസ് ഉണ്ടായിരുന്നു. എല്ലാവരും ഒറ്റയ്ക്കാണ് വന്നത്. കാരണം നമുക്ക് പോകുമ്പോഴോ നടക്കുമ്പോഴോ മനസ്സിലാവുമല്ലോ. കാരണം ആരുമായിട്ട് കോണ്ടാക്ട് സംസാരമൊന്നുമില്ല, ഒറ്റയ്ക്കാണ് വന്നത്. മൊത്തത്തിൽ സിനിമ നല്ല സിനിമ. വിജയ് ദേവരകൊണ്ട കംബാക്ക്. ഇനിയും അടുത്ത സിനിമ വിശേഷങ്ങളായിട്ട് വരാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തോ. ലവ് യു ഗൈസ്.